ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ CPയുടെ പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ WCPയുടെയും ഫിസിക്കൽ ട്രെയിനിങ്ങും അവരുടെ ഈവൻറ്റുകളുടെ ട്രെയിനിങ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാണ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ SSC GDയുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് എക്സാം നടക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ 2 മാസത്തിനകത്ത് നിങ്ങൾക്ക് 100% ഫിസിക്കൽ നടക്കുകയാണ്. ഓക്കെ, ഇപ്രാവശ്യത്തെ SSC GDയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഇത്ര ഡിലേ ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ എടുക്കുന്ന കാര്യത്തിൽ ITP ആണോ CRPF ആണോ നിങ്ങൾക്ക് ഫിസിക്കൽ നടത്താൻ പോകുന്നുള്ള ഒരു കൺഫ്യൂഷൻ്റെ ഇതിൻ്റെ പേരിൽ ടെൻഡർ ആരും എടുക്കാത്തതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. അപ്പോൾ SSC GDയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് 2 എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീ വന്ന് എക്സാം കഴിഞ്ഞ് ആൻസർ കീ ഒരാഴ്ചക്കകത്ത് വരും. 2 മാസത്തിനകത്ത് റിസൾട്ട് വരും. 2 മാസത്തിനകത്ത് 100% നിങ്ങൾക്ക് ഫിസിക്കൽ നടക്കും. പല അക്കാഡമിയിലും പറയാറുണ്ട് 1 വർഷത്തിനകത്ത് മേളിലൊക്കെയാണ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നത്. ഒരു കാരണവശാലും കിട്ടത്തില്ല. നിങ്ങൾ SSC GDയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഫിസിക്കൽ ട്രെയിനിങ് അതിൽ കൂടുതൽ ടൈം കിട്ടുകയില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ് ചേർന്നുള്ള